ശീതകാല ഫലവർഗമായ പ്ലം ഹൈറേഞ്ചിലെ ചൂടിൽ സമൃദ്ധമായി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇരട്ടയാർ തോവാള സ്വദേശിയായ കളപ്പുരയ്ക്കൽ ബിജു. വിദേശത്തു നിന്നും എത്തിച്ച സാറ്റ്ലിച്ച് എന്ന ഇനം പ്ലമ്മുകളാണ് ബിജുവിന്റെ തോട്ടത്തിൽ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നത്. ഇടുക്കി കാന്തല്ലൂർ മലനിരകളിൽ പ്ലം വിളയിച്ചിരിക്കുകയാണ് ബിജു. മിതശീതോഷ്ണ മേഖലയിൽ അതിശൈത്യത്തിൽ വളരുന്ന പ്ലം പഴങ്ങൾക്ക് ഇടുക്കിയിലും മികച്ച വിളവൊരുക്കാമെന്നാണ് കർഷകനായ ബിജു തെളിയിച്ചിരിക്കുന്നത്. പ്ലം വളരുന്നതിനിടെ പൂവിട്ട് കായ്ക്കാൻ അതിശൈത്യം വേണമെന്നിരിക്കെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കിയിൽ വിളഞ്ഞത്. പകൽ താപനില 15 ഡിഗ്രി, രാത്രി താപനില 0 എത്തിയാൽ പ്ലം മികച്ച വിളവ് നൽകും. ഇരട്ടയാർ തോളാട് സ്വദേശി കളപ്പുരയ്ക്കൽ ബിജു പരമ്പരാഗത വിളകളിൽ നിന്ന് മാറി പുതിയ വിളകൾ പരിശീലിക്കുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാപ്പിക്കുരു കായ്ക്കുന്ന പോലെ ഇതിനു മുമ്പുള്ള കുറെ നമ്മുടെ തന്നെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കായ്ച്ചത്. അപ്പം നമ്മൾ ഊട്ടി മാത്രമല്ല, മറയൂരെന്നല്ല, ഊട്ടി അങ്ങനെയുള്ള ഹിമാചലിലൊക്കെയാണ് ഇത് ധാരാളമായിട്ടുണ്ടാകുന്നത്. എല്ലാം നല്ലപോലെ റിസൾട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമുക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ്. പിന്നെ ഇത് ലോ ചില്ലവർ നാട്ടിൻ പ്രദേശത്ത് എല്ലായിടത്തും കായ്ക്കും. 45 ഡിഗ്രി വരെ ചൂടിൽ ഇത് നല്ലപോലെ കായ്ക്കുന്ന വെറൈറ്റീസാണ് ഈ പ്ലം. വിദേശത്തു നിന്നും ഏജന്റ് വഴി എത്തിച്ച സാൻലിച്ച് എന്ന ഇനം പ്ലമ്മുകളാണ് ബിജുവിന്റെ തോട്ടത്തിൽ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നത്. മറ്റ് പല ഇനങ്ങളും ബിജു കൃഷിയിടത്തിൽ പരീക്ഷിക്കുന്നുണ്ട്. 1 വർഷം കൊണ്ട് സാറ്റ്ലിച്ച് പ്ലം കായിടും. ഗുണമേന്മ കൂടുതലുള്ളതും ഈ ഇനത്തിലാണ്. വ്യവസായികാടിസ്ഥാനത്തിൽ പ്ലം കൃഷി വ്യാപിപ്പിക്കാനാണ് ബിജുവിന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.